കേരളത്തിലെ തെരുവ് നായ്കൾ എന്നൊരു പ്രയോഗം തന്നെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുവെ നായ്കൾ എന്നേ പറയാൻ ശ്രമിക്കാറുള്ളൂ. കാരണം മനുഷ്യനോടൊപ്പം വളരേണ്ട വീടുകളിൽ മനുഷ്യരുടെ സംരക്ഷണത്തിൽ വളർന്നു വരേണ്ട വളർത്തുമൃഗങ്ങൾ എങ്ങനെയാണ് തെരുവിലെത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്. എന്നാൽ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ഈ തെരുവ് നായകളുടെ പലപ്പോഴും ഉടമസ്ഥരില്ലാത്ത നായകളുടെ കടിയേക്കുന്നവരുടെ എണ്ണം ഭീതിജനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. രാജ്യത്ത് ജനസംഖ്യയിൽ 13ാം സ്ഥാനമാണ് കേരളം. എന്നാൽ ഏറ്റവും പുതിയ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കടിയേക്കുന്ന ഉടമസ്ഥരില്ലാത്ത നായ്ക്കളുടെ കടിയേക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് കേരളം ഉയർന്നിട്ടുണ്ട്. ഇത്തരം ഒരു സംഭവം യഥാർത്ഥത്തിൽ കേരളത്തെപ്പോലെ നമ്മൾ ഈ സാമൂഹിക സുരക്ഷയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്ടിൽ ഇതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും എന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഗൗരവതരമായി ആവർത്തിച്ച ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് സുപ്രീം കോടതിയാണ്. 2015-16 മുതൽ 2025 വരെ വിവിധ സുപ്രീം കോടതിയുടെ വിധികളിൽ അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വളർത്തുനായ്ക്കൾ എന്നല്ല, ഒരു മൃഗങ്ങളെയും മനുഷ്യരെ പോലെ തന്നെ കൊലപ്പെടുത്താനുള്ള അവകാശം നമ്മൾക്കാരും തന്നിട്ടില്ല എന്നുള്ളൊരു പൊതു നിലപാടിലേക്ക് സുപ്രീം കോടതി ആവർത്തിച്ച് വരുന്നതിന് അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം നമ്മളൊക്കെ അറിയാവുന്ന 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് എന്നുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറയുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ പരാമർശത്തിന് വിധേയമാക്കിയിട്ടുള്ളത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. സുപ്രീം കോടതി പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ABC പോലുള്ള മാർഗങ്ങൾ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ABC പോലുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്ന് മാത്രമല്ല, അത് ഇങ്ങനെയൊക്കെ ആകണമെന്ന് നിഷ്കർഷയോടെ പറയുന്നു. സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ആ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ABCയുടെ സൗകര്യങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ പഞ്ചായത്ത് തലത്തിലായിരിക്കണം അതിൻ്റെ ചുമതല. പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ അതിൻ്റെ അധിപനായിക്കൊണ്ട് മറ്റ് വകുപ്പുകളുമായി സംയോജിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തണം എന്നൊക്കെ വളരെ എന്താണെന്ന് പറയുന്നത് വളരെ കർക്കശമായി സംസ്ഥാന തലങ്ങളിൽ നടപ്പാക്കേണ്ട ഈ സംവിധാനം സുപ്രീം കോടതിയുടെ പരാമർശം വരുന്ന സമയത്ത് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രി അന്ന് പറഞ്ഞത് നമ്മളിത് കേരളത്തിൽ നടപ്പാക്കുമെന്നാണ്. എന്നാൽ അത് നടപ്പാക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിഷബാധ വർദ്ധിച്ചു വരുന്നത് വിഷബാധ ഏൽക്കുന്നവരെ മാത്രമല്ല, അവിശ്വസനീയമായ തരത്തിൽ ചില ആളുകൾ വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിന് പോലും കീഴടങ്ങാൻ കഴിയാത്ത തരത്തിൽ, അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും. സുപ്രീം കോടതി ഈ കാര്യങ്ങൾ പറയുന്നത് ഏകപക്ഷീയമായിട്ടല്ല, വളരെ ഗൗരവതരമായ സുപ്രീം കോടതിയുടെ ഇടപെടലുകളുടെ അവസാനത്തെ നിലപാടുകളും തെരുവ് നായ്ക്കൾക്ക് കൃത്യമായ സുരക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവരെ റാബീസ് ഫ്രീ ആക്കാനുമുള്ള സംവിധാനമാകണം. അതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്നത് ജനങ്ങളുള്ള വെല്ലുവിളിയായി മാത്രമേ